മാത്സ് ട്യൂബിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെക്ടർ ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കിന്റെ 4ാം പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഇതിന്റെ മുന്നത്തെ 1, 2, 3 പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് പോയി കണ്ട ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവർക്കും അവിടുന്ന് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇതിന്റെ 4ാമത്തെ പാർട്ടിൽ കാണാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് എന്താണ്. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് 2 ടൈപ്സ് ഓഫ് വെക്ടർ പ്രൊഡക്റ്റ് ഉണ്ട് എന്നാണ്. അതിൽ ഒന്നാമത്തത് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടൈപ്പാണ്, അതാണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രോസ് പ്രൊഡക്റ്റും അതിനോടനുബന്ധിച്ച് വരുന്ന പ്രോബ്ലംസും ആണ് നമ്മൾ ഈ സെക്ഷനിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായും മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അപ്പം ഞാൻ എല്ലാ സമയവും പറയുന്ന പോലെ തന്നെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും വീഡിയോ പൂർണ്ണമായി ഒന്ന് കാണുക, അതിനുശേഷം മാത്രം നോട്ട്സ് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് വെക്ടർ പ്രൊഡക്റ്റ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം, അതിനുശേഷം അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും ഞാൻ പറയാം. അപ്പോൾ നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് ആണ്, അതാണ് വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ്. ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്? The vector product or cross product of 2 vectors, vector A and vector B is defined as vector A cross vector B. ഇത് ഇൻറ്റു നല്ല വായിക്കേണ്ടത്. vector A cross vector B equal to AB sin theta n cap. AB sin theta n cap. അപ്പൊ ഈ ക്യാപ്പ് കണ്ടാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം ക്യാപ്പ് എന്തിനായിരിക്കും? യൂണിറ്റ് വെക്ടറിനാണ്. അപ്പൊ അത് എന്ത് യൂണിറ്റ് വെക്ടർ ആണെന്നുള്ളത് നമ്മൾ പറയാം. അപ്പൊ അവിടെ നോക്കാം, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. എയുടെയും ബിയുടെയും ഇടയിൽ വരുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് എൻ ക്യാപ് ഈസ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയി വരുന്ന യൂണിറ്റ് വെക്ടർ ആണ് എന്ത്? എൻ ക്യാപ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർമുല ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതിയേ ഉള്ളൂ. എന്താണ്? വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എൻ ക്യാപ്. അപ്പൊ ഈ എൻ ക്യാപ് എന്നുള്ള യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൽ ചേഞ്ച് ഒന്നും വരില്ല. നമ്മൾ സാധാരണ ഫോർമുല എഴുതുമ്പോൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. എൻ ക്യാപ് എഴുതാറില്ല. എൻ ക്യാപ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചേഞ്ച് വരില്ല, കാരണം അത് യൂണിറ്റ് വെക്ടർ ആണ്. അതുകൊണ്ടാണ് അത് ചേഞ്ച് വരില്ല എന്ന് പറയാനുള്ള കാരണം. ഇനി ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒരു 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇതിലെ ചില പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഞാൻ മെൻഷൻ ചെയ്യാം. ഓൾമോസ്റ്റ് 3 പ്രോപ്പർട്ടിയും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്, ചിലപ്പോൾ 4 എണ്ണം ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ ടു, അത് തിരിച്ച് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടു വിചാരിക്കുക. വെക്ടർ ബി ക്രോസ് വെക്ടർ എ കണ്ടു കഴിഞ്ഞാൽ അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂവിന് തുല്യമായിരിക്കും വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറയുന്നത്. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? വെക്ടർ എ ക്രോസ് വെക്ടർ ബി നോട്ട് ഈക്വൽ ടു വെക്ടർ ബി ക്രോസ് വെക്ടർ എ ആണ്. അത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ തുല്യമാവുള്ളൂ. ഇനി രണ്ടാമത്തത് വെക്ടർ എ ക്രോസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ഈക്വൽ ടു വെക്ടർ എ ക്രോസ് വെക്ടർ ബി പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ സി. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രോപ്പർട്ടിയാണ്. 2 non-zero vectors vector a and vector b are parallel or collinear if and only if vector a cross vector b equal to 0. അപ്പോൾ നമ്മൾ പാരലൽ ആണ്, കൊളീനിയർ ആണ് രണ്ട് വെക്ടർ എന്ന് പ്രൂവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്. അപ്പൊ അത് ഡോട്ട് പ്രൊഡക്ട്സ് പഠിപ്പിക്കുന്നതിന്റെ തൊട്ട് മുന്നെയാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അറിയാത്തവരുടെ പോയി നോക്കുക. ഇവിടെ അതേ കാര്യം തന്നെ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ആ കേസിൽ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 non-zero vectors vector a and vector b are parallel or collinear if and only if എന്നാണ്. if and only if എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പറഞ്ഞാലും പുറകോട്ട് പറഞ്ഞാലും അത് ശരിയാണ്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ അതെന്താണ് ഈ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് 2 വെക്ടേഴ്സ് തന്നു, വെക്ടർ എയും വെക്ടർ ബിയും. അപ്പൊ അത് പാരലൽ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം വെക്ടർ എ ക്രോസ് ബി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും ഉത്തരം കിട്ടുക. അല്ലെങ്കിൽ കൊളീനിയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ട് 0 ആയിരിക്കും കിട്ടുക. ഇനി സപ്പോസ് നമുക്ക് തന്നത് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ ടു 0 എന്നാണ് തന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? എ എന്ന് പറഞ്ഞ വെക്ടറും ബി എന്ന് പറഞ്ഞ വെക്ടറും പാരലൽ ആണ്, അത് പാരലൽ ആണ്.
അപ്പൊ പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്താ 0 കിട്ടും. അതുപോലെ അത് A ക്രോസ് B ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കണം വെക്ടർ എയും വെക്ടർ ബിയും പാരലൽ ആണ് തിരിച്ചങ്ങോട്ടും. അതാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത. ഇനി നാലാമത്തെ വെക്ടർ A ക്രോസ് വെക്ടർ B is a unit vector perpendicular to both വെക്ടർ A and വെക്ടർ B. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. വെക്ടർ എക്കും വെക്ടർ ബിയും തന്നിട്ടുണ്ടാവും പരീക്ഷയ്ക്ക്. അതിന് പെർപെൻഡിക്കുലർ ആയി വരുന്ന യൂണിറ്റ് വെക്ടർ കാണാൻ പറയും, അതല്ലെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയി വരുന്ന വെക്ടർ കാണാൻ പറയും. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയി വരുന്ന വെക്ടർ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ A ക്രോസ് വെക്ടർ B is the vector. അതായത് ഈ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു പുതിയ വെക്ടർ കിട്ടും. ആ വെക്ടർ എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഇതാണ് ഈ 4 പ്രോപ്പർട്ടീസ്. നന്നായി പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അതിന്റെ മുന്നേ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ വേറൊരു ഫോർമുലയും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പൊ നമ്മൾ അടുത്ത രീതിയിൽ എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് കാണുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. എക്സാമിന് അധികം ഈ രീതിയായിരിക്കും ഉണ്ടാവുക, അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മളെ രീതി ഇതാണ്. അതിന് നമ്മൾ പേര് പറയാം വെക്ടർ പ്രോഡക്റ്റ് ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കോമ്പോണൻസ് എന്നാണ്. അപ്പൊ രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് ചെയ്യുക. ഈ വെക്ടർ A ഈക്വൽ ടു A1i പ്ലസ് A2j പ്ലസ് A3k ആൻഡ് വെക്ടർ B ഈക്വൽ ടു B1i പ്ലസ് B2j പ്ലസ് B3k. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട A1 A2 A3 എന്നൊക്കെ പറഞ്ഞാൽ നമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ B1 B2 B3 എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് കാണുമ്പോൾ ഒക്കെ രണ്ട് വെക്ടർ ഒക്കെ എഴുതി കണ്ടതാണ്. അപ്പൊ അങ്ങനെ തന്നു കഴിഞ്ഞാൽ വെക്ടർ പ്രൊഡക്റ്റ് കാണാൻ അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ ഉള്ള മെത്തേഡ് ആണ് പറയുന്നത് വെക്ടർ A ക്രോസ് വെക്ടർ B ഈക്വൽ ടു ഡിറ്റർമിനന്റ്. ഇങ്ങനെ വരട്ട് കഴിഞ്ഞാൽ വായിക്കേണ്ടത് ഡിറ്റർമിനന്റ് എന്നാണ്. ഡിറ്റർമിനന്റ് അതില് ഡിറ്റർമിനന്റിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മള് റോയും ഇങ്ങനെയുള്ളതിനെ റോ എന്നാണ് പറയുക, അങ്ങനെ പോകുന്നതിനെ ഇങ്ങനെയുള്ളത് കോളംസ് എന്നാണ് പറയുക. അതിന്റെ ഇടയിൽ കുത്തോ കോമയോ ഒന്നും ഇടാൻ പാടില്ല ഡിറ്റർമിനന്റ് എഴുതുമ്പോൾ. അപ്പൊ അതിൽ 3 റോ ആണുള്ളത്, അതുപോലെ 3 കോളംസും ആണുള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പൊ ഈ ഡിറ്റർമിനന്റിന്റെ ഓർഡർ പറയേണ്ടത് ആദ്യം എത്ര റോ ഉണ്ട് നോക്കുക, 3. അപ്പൊ ആദ്യം എഴുതേണ്ട റോന്റെ നമ്പറാണ് 3. രണ്ടാമത് എഴുതേണ്ട എത്ര കോളം ഉണ്ട് എന്നാണ്, അപ്പൊ 3. അപ്പൊ ഈ ഡിറ്റർമിനന്റിന്റെ ഓർഡർ ആണ് 3/3 എന്നാണ്. 3/3 എങ്ങനെയാണ് എഴുതുക? 3/3. അപ്പൊ ഓർഡർ പറയുമ്പോൾ അത് ക്രോസ് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഇൻഡു ആണെന്നൊന്നും വിചാരിക്കരുത്. ഒരു ഡിറ്റർമിനന്റ് ഓർഡർ പറയുമ്പോൾ അത് 3/3 എന്നാണ് വായിക്കേണ്ടത്. 3/3. ആദ്യത്തെ 3 എത്ര റോ ഉണ്ട് എന്നുള്ളതാണ്, രണ്ടാമത്തെ 3 എത്ര കോളംസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് ഒരു ഡിറ്റർമിനന്റിന്റെ ഓർഡർ നമ്മൾ കണ്ടെത്തുക. ഇനി ഇതെങ്ങനെയാണ് ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്തതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത് ഫോർമുല ആയിട്ടൊന്നും ബൈ ഹാർട്ട് പഠിച്ചു വെക്കണ്ട, ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്യാനുള്ള മെത്തേഡാണ് പഠിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ എലിമെന്റ് നമ്മൾ ഈ ഡിറ്റർമിനന്റിൽ എങ്ങനെ എഴുതുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഈ എലമെന്റ്സ് ഒക്കെ ഡിറ്റർമിനന്റിൽ എങ്ങനെ എഴുതുന്നു. അപ്പൊ ആദ്യം ഡിറ്റർമിനന്റ് എഴുതി കഴിഞ്ഞാൽ എപ്പോഴും ക്രോസ് പ്രൊഡക്റ്റ് കാണുമ്പോൾ ആദ്യത്തെ റോയില് അതിന്റെ യൂണിറ്റ് വെക്ടേഴ്സ് ആയിരിക്കും IJK, എപ്പോഴും IJK എന്നായിരിക്കും. അത് കഴിഞ്ഞാൽ ആദ്യത്തെ വെക്ടർ ഏതാ നോക്കുക. ആദ്യത്തെ വെക്ടറിൽ ഐന്റെ കോഎഫിഷ്യന്റ് എന്താണോ അത് ഐന്റെ ചോടെ എഴുതുക. ജെയുടെ കോഎഫിഷ്യന്റ് A2 ആണ്, അത് ജെയുടെ ചോടെ എഴുതി. അതുപോലെ കെയുടെ കോഎഫിഷ്യന്റ് A3 ആണ്, അത് കെ എന്ന വെക്ടറിന്റെ ചോടെ എഴുതി. ഇനി രണ്ടാമത്തെ വെക്ടർ എടുത്തു, അതുപോലെ തന്നെ അതിന്റെ കോഎഫിഷ്യന്റ് ഓരോന്നും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറിന്റെ ചോടെ എഴുതി. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യേണ്ടത് ആദ്യത്തെ എലമെന്റ് എടുത്തു ഐ. അപ്പൊ ഐ നിൽക്കുന്ന റോയെ ഒഴിവാക്കണം, കോളം ഒഴിവാക്കണം. അപ്പൊ അത് പൊത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? A2 A3 B2 B3 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ അങ്ങനെ A2 B3, അതാണ് A2 B3. നടുക്കിൽ എപ്പോഴും മൈനസ് ആയിരിക്കും. മൈനസ് ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അത് A3 B2. ഞാനൊരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് A ആദ്യം എഴുതി, A വരുന്ന ടേംസ് ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. B2 A3 എന്ന് എഴുതിയാലും അത് ശരി തന്നെയാണ്. ഓക്കെ, ഇനി ആദ്യം പ്ലസ് ആണ് ഐ എന്നുള്ളത്, രണ്ടാമത് വരുമ്പോൾ മൈനസ് ആയിരിക്കും. ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത്. രണ്ടാമത് മൈനസ്, അടുത്ത എലമെന്റ് ജെ ആണ്, അടുത്ത എലമെന്റ് ജെ. അപ്പൊ ജെ നിൽക്കുന്ന റോ ഒഴിവാക്കി, കോളം ഒഴിവാക്കി. അപ്പൊ എങ്ങനെയും പോയി, ഈ നടുക്കിലുള്ളതും പോയി. അപ്പൊ ഇത് തമ്മിലാണ് ക്രോസ് മൾട്ടിപ്ലൈ ഉണ്ട്. A1 B3, അതാണ് A1 B3, നടുക്കിൽ മൈനസ് ആയിരിക്കും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു A3 B1 A3 B1. ഇനി അടുത്തത് പ്ലസ് ആയിരിക്കും, പ്ലസ്. അപ്പൊ ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. അപ്പൊ പ്ലസ്, അടുത്തത് കെ എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്ടർ എടുത്തു. അപ്പൊ കെ നിൽക്കുന്ന റോ ഒഴിവാക്കി, കോളം ഒഴിവാക്കി. അപ്പൊ എന്തൊക്കെയാ ഉണ്ടാവുക? ക്രോസ് മൾട്ടിപ്ലൈ. എങ്ങനെയാണ് ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ഉണ്ട്? A1 B2 A1 B2, നടുക്കില് മൈനസ്. ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു A2 B1 A2 B1. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും. A1 A2 B3 B1 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ് ആയിരിക്കും. നമുക്ക് ഇതൊക്കെ ഒരു വാല്യൂസ് കിട്ടും ബ്രാക്കറ്റിലുള്ളതൊക്കെ. അത് ഇൻറ്റു ആ യൂണിറ്റ് വെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ വെക്ടർ കിട്ടും. ആ വെക്ടറാണ് വെക്ടർ A ക്രോസ് വെക്ടർ B എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇതേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ അതിൽ നിന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക, വെക്ടർ എ ക്രോസ് വെക്ടർ ബി ചെയ്താൽ നമുക്കൊരു പുതിയ വെക്ടർ ആണ് കിട്ടുക. പക്ഷെ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു വെക്ടർ അല്ല കിട്ടുക, ഒരു വാല്യൂ ആണ് കിട്ടുക. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അത് തമ്മിൽ ഇനി തിരിഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ നമുക്ക് നമ്മളെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോബ്ലം ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: if vector a equal to 2i plus 2j minus k, comma vector b equal to 6i minus 3j plus 2k, find vector a cross vector b and vector b cross vector a. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടും കാണാൻ പറഞ്ഞിട്ടുണ്ട്. എ ക്രോസ് ബിയും കാണണം, ബി ക്രോസ് എയും കാണണം. അത് രണ്ടും ചെയ്യും നമ്മൾ. കാരണം നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞ കാര്യം നമുക്ക് അറിയാം. വെക്ടർ എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് വെക്ടർ ബി ക്രോസ് എ എന്നാണ്. അപ്പൊ ആ പ്രോപ്പർട്ടിയും കൂടി നമുക്ക് ഇതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഗിവൺ നമുക്ക് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ എടുത്ത് എഴുതുന്നത്. വെക്ടർ എ ഈക്വൽ ടു 2i പ്ലസ് 2j മൈനസ് വെക്ടർ k. അതുപോലെ വെക്ടർ ബി ഈക്വൽ ടു 6i മൈനസ് 3j പ്ലസ് 2k. ഓക്കെ, അത് നമ്മൾ എടുത്തെഴുതി. അതിനുശേഷം നമ്മൾ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ ടു രണ്ട് വെക്ടേഴ്സ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതേണ്ടത്? ആദ്യത്തെ റോയില് ഡിറ്റർമിനന്റ് എഴുതി, ആദ്യത്തെ റോയില് യൂണിറ്റ് വെക്ടേഴ്സ് വെക്ടർ i j k യൂണിറ്റ് വെക്ടേഴ്സ്. ഇനി ആദ്യത്തെ വെക്ടർ എന്താ? വെക്ടർ എ ക്രോസ് ബി എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പേര് തന്നിട്ടുണ്ട്, എയും ബി എന്ന്. പേര് തന്നിട്ടില്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സ് മാത്രമേ തന്നുള്ളൂ, ഇത് മാത്രമേ ഇങ്ങനെ കോമട്ട് തന്നുള്ളെങ്കിൽ ആദ്യത്തെ എ ആക്കി എടുക്കുക, രണ്ടാമത്തെ ബി ആക്കി എടുക്കുക. അത് നിങ്ങളെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് ശീലിക്കണം. അപ്പൊ പേര് തന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. എന്നിട്ട് ആദ്യത്തെ റോല് നമ്മൾ നോക്കണം എന്താ എഴുതേണ്ടത്? എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന വെക്ടർ എ ആണ്. അപ്പൊ വെക്ടർ എയുടെ വെക്ടർ കറസ്പോണ്ടിങ് ആയിട്ട് യൂണിറ്റ് വെക്ടേഴ്സിന്റെ കറസ്പോണ്ടിങ് ആയി വരുന്ന കോഎഫിഷ്യൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഐയുടെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താ? 2, അത് ചോടെ എഴുതി. ഇവിടെ ജെയുടെ എന്താ? 2, അത് ഇതിന്റെ ചോടെ എഴുതി. കെയുടെ കോഎഫിഷ്യന്റ് എന്താ വരുന്നത്? മൈനസ് ഉണ്ട്, അവിടെ കാണുന്നില്ലെങ്കിൽ അത് 1 ആയിരിക്കും, തെറ്റിക്കരുത്. ഇനി ബിയുടെ അതുപോലെ ചെയ്ത 6, ഐന്റെ 6, ജെയുടെ -3, കെയുടെ 2. ഓക്കെ, ഇനി നമ്മള് ഇത് ഓപ്പൺ ചെയ്യണം. ഇത് എങ്ങനെയാ ഓപ്പൺ ചെയ്യേണ്ടത്? ഇത് ഈക്വൽ ടു ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ എന്നുള്ള വെക്ടർ എടുത്തു, യൂണിറ്റ് വെക്ടർ ഇൻറ്റു ഐ നിൽക്കുന്ന കോൾ ഒഴിവാക്കി, റോ ഒഴിവാക്കി. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 × 2, 2 × 2, നടുക്കിൽ മൈനസ് ആയിരിക്കും. ഇനി ഇത് രണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ -3 × -1, -3 × -1. ഐ പ്ലസ് ആണെങ്കിൽ അടുത്തത് -j എന്നാണ് എഴുതേണ്ടത് പറഞ്ഞിട്ടുണ്ട്. -j. അപ്പൊ ജെ നിൽക്കുന്ന കോൾ ഒഴിവാക്കി, റോ ഒഴിവാക്കി. 2 × 2, നടുക്കിൽ മൈനസ്. ഇനി ഇത് രണ്ട് മൾട്ടിപ്ലൈ, 6 × -1, 6 × -1. അടുത്തത് പ്ലസ് k × അപ്പൊ k നിൽക്കുന്ന കോൾ ഒഴിവാക്കി, റോ ഒഴിവാക്കി. അപ്പൊ എന്താ വരിക? 2 × -3, 2 × -3, നടുക്കിൽ മൈനസ്. ഇനി എന്താ വരിക? ഇത് രണ്ട് മൾട്ടിപ്ലൈ ആണ്, 6 × 2, 6 × 2. ഓക്കെ, അപ്പൊ അത് ഈക്വൽ ടു നമുക്ക് എന്തായി മാറും? അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പം i ഇൻറ്റു ഇത് 2 × 2 എന്ന് പറഞ്ഞാൽ 4, ഇത് മൈനസ് എന്നുള്ള പ്ലസ് ആവും. +3 × -1 എന്ന് പറഞ്ഞാൽ അഗെയിൻ -3, -j ഇൻറ്റു 2 × 2 4, -6 × -1 എന്ന് പറഞ്ഞാൽ +6, പ്ലസ് k ഇൻറ്റു 2 × -3 എന്ന് പറഞ്ഞാൽ -6, -6 × 2 എന്ന് പറഞ്ഞാൽ -12. ഓക്കെ, ഇത് കുറച്ച് എഴുതണം. 4 -3 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. 1 × i എന്ന് പറഞ്ഞാൽ i, 1 × i എന്ന് പറഞ്ഞാൽ i എന്ന് കിട്ടും. ഇനി 4 + 6 അപ്പൊ 10 കിട്ടി. 10 × -j എന്ന് പറഞ്ഞാൽ -10j. ഇനി -6 -12 എന്നാണ്. അപ്പൊ രണ്ട് ആഡ് ചെയ്തിട്ട് അതേ സെയിം ചിഹ്നം തന്നെ കൊടുക്കുക. അപ്പൊ -18 × k എന്ന് പറഞ്ഞാൽ -18k. ഇത് പ്ലസ് k × മൈനസ് ആണ്, അതുകൊണ്ടാണ് -18k. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് വെക്ടർ കിട്ടിയത്? വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറയുന്നത്. വെക്ടർ എ ക്രോസ് വെക്ടർ ബി. ഇനി നമ്മൾ നോക്കുക തിരിച്ചിട്ട് വെക്ടർ ബി ക്രോസ് വെക്ടർ എ. അപ്പൊ എഴുതുന്നത് ശ്രദ്ധിക്കണം. ആദ്യം ഡിറ്റർമിനന്റ് എഴുതി, യൂണിറ്റ് വെക്ടേഴ്സ് i j k എഴുതി. ആദ്യം എഴുതേണ്ടത് നോക്കണം, വെക്ടർ ബി
ക്രോസ് വെക്ടർ എന്ന്. അപ്പൊ ബി ആണെന്നുള്ള വെക്ടർ ആണ് ആദ്യം എടുക്കേണ്ടത്. അപ്പൊ എന്താ വരിക 6 ജെയുടെ താഴെ -3 കെയുടെ താഴെ 2. ഇനി എ എന്നുള്ള വെക്ടർ ആണ് അടുത്തത്. അപ്പൊ എന്താ വരിക 2 2 -1 ദാറ്റ്സ് ഈക്വൽ ടു. ഇനി ഇത് ഓപ്പൺ ചെയ്യണം. എങ്ങനെ ഓപ്പൺ ചെയ്യാം? ഐ നിൽക്കുന്ന കോൾ ഒഴിവാക്കി റോ ഒഴിവാക്കി. അപ്പൊ -3 × -1 -3 × -1 മൈനസ് ഇനി 2 × 2 2 × 2. ഇനി അടുത്ത് -j. ആദ്യം പ്ലസ് ആയി പിന്നെ മൈനസ് ആയി. അപ്പൊ ജെ നിൽക്കുന്ന കോളും റോയെ ഒഴിവാക്കി എന്ത് വരും? 6 × -1 6 × -1 മൈനസ് 2 × 2 2 × 2 പ്ലസ് അടുത്ത പ്ലസ് വരും പ്ലസ് കെ ഇൻറ്റു കെ നിൽക്കുന്ന കോൾ ഒഴിവാക്കി റോ ഒഴിവാക്കി. അപ്പൊ എന്ത് വരും? 6 × 2 മൈനസ് പിന്നെ എന്താ വരിക? 2 × -3 2 × -3. ഓക്കെ, ഇനി ഇതെങ്ങനെ എഴുതണം? ഐ ഇൻറ്റു -3 × -1 എന്ന് പറഞ്ഞാൽ +3 ആയി മാറി. ഇനി -2 × 2 എന്ന് പറഞ്ഞാൽ -4. ഓക്കെ, ഇനി -j ഇൻറ്റു 6 × -1 എന്ന് പറഞ്ഞാൽ -6 -2 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 പ്ലസ് k ഇൻറ്റു 6 × 2 എന്ന് പറഞ്ഞാൽ 12 -2 × -3 എന്ന് പറഞ്ഞാൽ പ്ലസ് ആയി മാറി +6. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഐ ഇൻറ്റു അത് നമുക്ക് ഒരുമിച്ച് എഴുതാം. 3 - 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുത്തു. അപ്പൊ -1 × I എന്ന് പറഞ്ഞാൽ -i -1 × I എന്ന് പറഞ്ഞാൽ -i. ഇനി -6 -4 രണ്ടും സെയിം ചിഹ്നമാണ്. അപ്പൊ ആഡ് ചെയ്ത് അതേ ചിഹ്നം കൊടുത്തു. അപ്പൊ -10 × -j എന്ന് പറഞ്ഞാൽ +10j ആയി. +10j രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ പ്ലസ് ആയി. ഇനി ഇവിടെ 12 + 6 18 കിട്ടി. +18 ആണ്, ഇവിടെ +k ആണ്. +18k ഇതാണ് എന്ത്? വെക്ടർ ബി ക്രോസ് വെക്ടർ എ. തിരിച്ച് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഈ കിട്ടിയ ഉത്തരവും നോക്കിയാൽ മതി. ഈ കിട്ടിയ ഉത്തരത്തിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആയി കിട്ടും. ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടി? +10j ആയി. ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടി? +18k എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം അതിൻ്റെ അകത്തുനിന്ന്? നമുക്ക് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? I -10j -18k ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് വിചാരിക്കാം. അപ്പൊ എന്ത് തോന്നു? മൈനസ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ ടു മൈനസ് ഓഫ് I -10j -18k. അപ്പൊ ഇതെന്ത് കിട്ടി? ദാറ്റ്സ് ഈക്വൽ ടു -i +10j എന്നായി മാറി. അതേപോലെ --- +18k എന്നായി മാറി. അപ്പൊ ഇത് എന്തിന് തുല്യാണ്? ഈ ആൻസറിന് തുല്യാണ്. അതായത് വെക്ടർ ബി ക്രോസ് വെക്ടർ എ. ഇതാണ് നമ്മളെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞ ഒരു കാര്യം. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ക്രോസ് പ്രൊഡക്റ്റ് കാണേണ്ട മെത്തേഡ് എന്നുള്ള എല്ലാവരും പഠിച്ചു വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിച്ച ഒരു കാര്യം ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ വെക്ടേഴ്സ് I + j + k ആൻഡ് I + 3j - k. അപ്പൊ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, അതിന് പേരൊന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? അപ്പൊ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലെറ്റ് ആദ്യത്തെ വെക്ടറിനെ ഞാൻ വെക്ടർ എ എന്ന് പേര് കൊടുക്കുന്നു. വെക്ടർ എ ഈക്വൽ ടു I + j + k. നെക്സ്റ്റ് വെക്ടറിനെ വെക്ടർ ബി ഈക്വൽ ടു I + 3j - k. 3j - k വെക്ടറിന് പേര് കൊടുത്തു. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ. നമ്മളോട് യൂണിറ്റ് വെക്ടർ എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്തിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടത്? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ വെക്ടേഴ്സ്. അതായത് ഈ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയി വരുന്ന യൂണിറ്റ് വെക്ടർ കാണാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആ പ്രോപ്പർട്ടി ഞാൻ ഒന്ന് എഴുതി തന്നതാണ്.
ആദ്യത്തെ വെക്ടറിന് നമ്മൾ എ എന്നാണ് പേര് കൊടുത്തത്, രണ്ടാമത്തെ വെക്ടറിന് ബി എന്നാണ് പറഞ്ഞത് പേര് കൊടുത്തത്. അപ്പൊ ഞാൻ അവിടെ എഴുതി തന്നതിൽ ആ പ്രോപ്പർട്ടി ഓർമ്മ ഉണ്ടോ? The vector perpendicular to both vector A and vector B is a vector A cross vector B. Vector A cross B നെയാണ് നമ്മൾ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയി വരുന്ന വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കി വെക്കണം. അത് നമ്മൾ എഴുതി വെക്കുന്നു. The vector perpendicular to both vector A and vector B is എന്താണ്? vector A cross vector B. vector A cross vector B അതിനാണ് നമ്മൾ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയി വരുന്ന വെക്ടർ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചാണ് പ്രോപ്പർട്ടിയിൽ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതാണ് ആ പെർപെൻഡിക്കുലർ വെക്ടർ എന്താണെന്നുള്ളത് കാണാം, എന്നാലേ യൂണിറ്റ് വെക്ടർ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ വെക്ടർ A cross vector B equal to determinant I J K. A എന്നുള്ള വെക്ടർ എടുത്തു, അതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, J യുടെ കോഎഫിഷ്യന്റ് 1 ആണ്, K യുടെ കോഎഫിഷ്യന്റ് 1 ആണ്. അവിടെ ഒന്നും നമ്പേഴ്സ് കാണുന്നില്ലെങ്കിൽ അതൊക്കെ 1 ആയിരിക്കും. ഇനി B എന്നുള്ള വെക്ടർ എടുത്തു, അതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, J യുടെ കോഎഫിഷ്യന്റ് 3 ആണ്, K യുടെ കോഎഫിഷ്യന്റ് -1 ആണ്. അവിടെ മൈനസ് സൈൻ ഉണ്ട്. ഡിറ്റർമിനന്റ് ക്ലോസ് ചെയ്തു. ഇനി ഇത് ഓപ്പൺ ചെയ്യുന്നു. ഈക്വൽ ടു I into I നിൽക്കുന്ന കോൾ ഒഴിവാക്കി റോ ഒഴിവാക്കി 1 into -1 1 into -1 minus 3 into 1 3 into 1 ഓക്കെ മൈനസ് j എന്ന് കൊടുത്തു. ഇനി എഴുതേണ്ടത് j ന്റെ നിൽക്കുന്ന കോൾ ഒഴിവാക്കി റോ ഒഴിവാക്കി 1 into -1 1 into -1 minus 1 into 1 1 into 1 plus k into ഓക്കെ എഴുതി. അത് നിൽക്കുന്ന റോ ഒഴിവാക്കി കോൾ ഒഴിവാക്കി, k നിൽക്കുന്ന റോ ഒഴിവാക്കി കോൾ ഒഴിവാക്കി 1 into 3 minus 1 into 1 1 into 1 അത് ഈക്വൽ ടു I into 1 into -1 എന്ന -1 -3 into 1 എന്ന -3 minus j into 1 into -1 എന്ന -1 -1 into -1 into 1 എന്ന again -1 plus k into 1 into 3 3 minus 1 into 1 എന്ന -1 അത് ഈക്വൽ ടു -1 -3 എന്ന -4 ആണ്. -4 into I എന്ന -4i ഇനി -1 എന്ന് പറഞ്ഞാൽ -2 എന്ന് കിട്ടും. -2 into -j എന്ന് പറഞ്ഞാൽ +2j. ഇനി 3 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 into k എന്ന് പറഞ്ഞാൽ +2k. ഇതാണ് എന്ത് വെക്ടർ A ക്രോസ് വെക്ടർ B എന്ന് പറയുന്നത്. വെക്ടർ A ക്രോസ് വെക്ടർ B. അത് ഈ വെക്ടർ A ക്രോസ് വെക്ടർ B നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കും ബിക്കും വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയി വരുന്ന വെക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ പെർപെൻഡിക്കുലർ ആയി വരുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കാണാൻ പറഞ്ഞത്. അങ്ങനെ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ വെക്ടേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആണ് ഇനി കാണുന്നത്. അപ്പൊ യൂണിറ്റ് വെക്ടർ കാണാനുള്ള ഫോർമുല അറിയണം. എന്താ യൂണിറ്റ് വെക്ടർ കാണാനുള്ള ഫോർമുല? അപ്പൊ നമ്മൾ എഴുതുക യൂണിറ്റ് വെക്ടർ in the direction of ഏതിന്റെ ഡയറക്ഷനിലാ? ഈ വെക്ടറിന്റെ. അപ്പൊ കണ്ടുപിടിച്ചാൽ വെക്ടർ A ക്രോസ് വെക്ടർ B ഈക്വൽ ടു എന്താ വരിക? ഏത് വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആണോ കാണേണ്ടത് അതാണ് ആദ്യം മുകളിൽ എഴുതേണ്ടത്. വെക്ടർ A ക്രോസ് വെക്ടർ B ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ് വാല്യൂ ആണ് അതിന്റെ താഴെ എഴുതുക. മോഡുലസ് ഓഫ് വെക്ടർ A ക്രോസ് വെക്ടർ B നമ്മൾ ഫോർമുല എഴുതിയതാണ് സ്റ്റാർട്ടിങ്ങിൽ. എന്താണ്? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ എന്നാണ് നമ്മൾ ഫോർമുല എഴുതിയത്. അപ്പൊ എന്താ ചെയ്തത്? ആ വെക്ടർ എ മുകളിൽ എഴുതി, അതിന്റെ മോഡുലസ് വാല്യൂ താഴെ എഴുതി. ഇവിടെ ഇതിന്റെ യൂണിറ്റ് വെക്ടർ ആണ് കാണേണ്ടത്. അപ്പൊ ഇത് മുകളിൽ എഴുതുന്നു, അതിന്റെ മോഡുലസ് വാല്യൂ താഴെ എഴുതുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്താ കിട്ടിയിട്ടുണ്ട്? അതിന്റെ മോഡുലസ് വാല്യൂ ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പില് മോഡുലസ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ ടു എങ്ങനെയാ മോഡുലസ് കാണുക? റൂട്ട് ഓഫ് ആ വെക്ടർ എടുത്തു, കണ്ടുപിടിക്കേണ്ട മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കേണ്ട വെക്ടർ എടുത്തു. എന്നിട്ട് അതില് എക്സിന്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? -4 അതിന്റെ സ്ക്വയർ എടുത്തു, പ്ലസ് വൈയുടെ സ്ഥാനത്ത് 2 അതിന്റെ സ്ക്വയർ എടുത്തു, പ്ലസ് സെഡിന്റെ സ്ഥാനത്ത് 2 അതിന്റെ സ്ക്വയർ എടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും?
16 4 മൈനസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 4 പ്ലസ് 4 രണ്ടും 2 ആണ്. അതിന്റെ സ്ക്വയർസ് വരുമ്പോൾ 4 ആയി മാറി. അപ്പോൾ മോഡുലസ് ഓഫ് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? 16 പ്ലസ് 4 20 20 പ്ലസ് 4 24. അപ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. ഇനി ഈ 24 നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കി എഴുതാം. എങ്ങനെ എഴുതാം? റൂട്ട് 6 into 4 എന്ന് എഴുതാം. 6 into 4 എന്ന് എഴുതാം. അപ്പൊ ആ 4ന്റെ റൂട്ട് നമുക്കറിയാം, അത് 2 ആണ്. അത് നമ്മൾ ഔട്ട്സൈഡ് എടുത്തു. 4ന്റെ റൂട്ട് 2 ആണ്. 6ന്റെ റൂട്ട് നമുക്ക് കൃത്യമായി എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത് റൂട്ട് 6 എന്ന് എടുത്തു. അപ്പൊ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ തുല്യമാണ്? 2 റൂട്ട് 6. 2 റൂട്ട് 6. ഇനി നമ്മൾ യൂണിറ്റ് വെക്ടർ കാണണം. അപ്പൊ എന്താ എഴുതാം? therefore യൂണിറ്റ് വെക്ടർ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ആണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു എന്താ? വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്താ കിട്ടിയത് നമുക്ക്? -4i പ്ലസ് 2j പ്ലസ് 2k ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ് വാല്യൂ എത്രയാ? 2 റൂട്ട് 6. 2 റൂട്ട് 6. ഇനി ഇത് വീണ്ടും ചെറുതാക്കാം. നമുക്ക് ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്. അത് മുകളിലെ കോമൺ ആയിട്ട് 2 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു 2 ഔട്ട്സൈഡ് എടുത്തു. അപ്പൊ എന്ത് വരും? -2 ആയി കിട്ടും. 2 into -2 ചെയ്യുമ്പോഴാണ് -4 കിട്ടുക. ഇനി ഇവിടുന്ന് 2 പുറത്തെടുത്താൽ പ്ലസ് j, 2 ഔട്ട്സൈഡ് എടുത്താൽ പ്ലസ് k ഡിവൈഡഡ് ബൈ 2 റൂട്ട് 6. അപ്പൊ ഏതൊക്കെ ക്യാൻസൽ ആവും? ഇവിടെ ഉള്ള 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് ആൻസർ എന്ത് കിട്ടി? ദാറ്റ്സ് ഈക്വൽ ടു -2i പ്ലസ് j പ്ലസ് k ഡിവൈഡഡ് ബൈ റൂട്ട് 6. അപ്പൊ ഈ കിട്ടിയ വെക്ടർ ആണ് എന്ത്? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി. എന്താണ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ എഴുതിയത്? ദ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയി വരുന്ന വെക്ടറാണ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് വെക്ടർ ആണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എല്ലാവരും നന്നായി പഠിച്ചു വെക്കുക. എക്സാമിന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നാണ് ഇത്. അപ്പൊ മനസ്സിലായിട്ടില്ല, വീണ്ടും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. അപ്പൊ വെക്ടർ ആൾജിബ്രയുടെ 4ാമത്തെ പാർട്ടായ ക്രോസ് പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും ഉപയോഗപ്രദമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഉപയോഗപ്രദമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.